കൂട്ടുകാരെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കഥ കേട്ട് തുടങ്ങാം. അപ്പോൾ അടുത്ത 3 എപ്പിസോഡോടുകൂടി ഈ കഥ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒരുപാടേറെ ഇഷ്ടത്തോടെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കഥയാണ് ഈ കഥ. എല്ലാവരെയും പ്രണയിച്ചവൻ. അത് അവസാനിക്കുന്നു. അപ്പം നമുക്ക് കേട്ട് തുടങ്ങാം. 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ 12 മണിയോടുകൂടി അവർ പുറപ്പെട്ടു. കിഷോറാണ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. ആദി, കിഷോർ, മാളുട്ടി, കാത്തു, പാർവതി ഇവരാണ് ആദിയെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നത്. ആ യാത്രയിൽ ഉടനീളം എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം ആദി പോകുന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും അത്രയേറെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. ആ യാത്രയ്ക്കൊരു വ്യക്തമായ ലക്ഷ്യബോധം തന്നെയുണ്ട്. എല്ലാവരും ഇവിടെ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സുദിനത്തിന് വേണ്ടിയുള്ളൊരു യാത്ര. നേടാൻ തൻ്റെ നല്ല പാതിയായി തൻ്റെ കുഞ്ഞു പതുവിനെ നേടാൻ വേണ്ടിയുള്ള ആദിയുടെ യാത്രയാണിത്. അതിന് ആദിയും വളരെയധികം സന്തോഷത്തിലാണ്. എയർപോർട്ടിലെ ചടങ്ങുകൾ തീർന്ന് ഓടി ബസ് കിട്ടി. ആദ്യ പുറത്തേക്ക് വന്നു. അതേ കണ്ടതും രണ്ടുപേരും, കാത്തുവും ആളും ഓടിയെത്തവനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിക്കുക മാത്രമല്ല, രണ്ടുപേരും കരച്ചിലാരംഭിച്ചു. ഏട്ടൻ്റെ കുറുമക്കുട്ടികൾ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ കരയണേ? 6 മാസം പറഞ്ഞങ്ങ് പോകില്ലേ? ഞാനിപ്പോൾ ഇഞ്ഞെത്തില്ലേ? ഇതാ പറഞ്ഞു തരുമ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ തിരിച്ചെത്തില്ലേ? പിന്നെ എന്തിനാ ഇത്രയും സങ്കടപ്പെടുന്നത്? എന്നിട്ട് അവൻ ചിരിച്ചു. പാർവതി മകൻ്റെ കരം കവർന്നു. അവൻ തിരിഞ്ഞ് പാർവതിയുടെ കവളിൽ ഒരുപാട് ഇഷ്ടത്തോടെ ഒരു ഉമ്മ കൊടുത്തു. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. അവർ അവൻ്റെ നെറുകയിൽ തലോടി. അവരും കൊടുത്തു ഒരുപാട് ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ പൊന്നുമകൻ്റെ നെറുകയിലൊരു ഉമ്മ. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ പൊന്നുമൻ പോയിട്ട് വരൂ. അവനെല്ലാവരോടും യാത്ര പറഞ്ഞ് മുന്നോട്ട് തുറന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു കിഷോറിനോട് പറഞ്ഞു. അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു. അവൻ്റെ അരികിലെത്തി അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എടാ, ഞാനിവിടെയല്ല, അത് ഓർമ്മ വേണം. എല്ലാവരെയും കാര്യങ്ങൾ നീ നോക്കിക്കൊള്ളണം. പ്രത്യേകിച്ച് ഇവയുടെ കേസിൻ്റെ കാര്യം അത് മറക്കണ്ട. ഓക്കെ? പിന്നെ അടുത്ത കാര്യം, ഇവരുടെ എക്സാമാണ്. 2 പേരും ഉളപ്പൊന്നും വേണ്ട, കേട്ടല്ലോ? ഉവ്. 2 പേരും തലയാട്ടി. അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കേടാ? കിഷോർ എല്ലാം ഏറ്റു. അവൻ തലയാട്ടി. നീ സമാധാനമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു ആദിയോടെ. അങ്ങനെ ഒരു വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ആദി പോകുകയാണ്. ദിവസങ്ങൾ പെട്ടെന്ന് ഓടിയാകുന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഫിസിയോതെറാപ്പി, ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് ദുവാ മിൻസാരിയ, നമ്മുടെ സുൽത്താന പതുക്കെ നടന്നു തുടങ്ങി. അവിടെ കേസ് കോടതിയെ വിളിച്ചു തുടങ്ങി. ആ കേസ് ബാധിക്കുന്നത് പ്രശസ്ത ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ നായരാണ്. അതുകൊണ്ട് തന്നെ പഴുതുകളടച്ചൊരു ആക്രമണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഭാര്യയെ കൊന്നിട്ട് ഈസിയായി ഇറങ്ങിപ്പോന്നവൻ ദുവാ മിൻസാരി എന്ന വക്കീലിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ അകത്തായി. എന്ന് മാത്രമല്ല, ഈസിയായി ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച ആ കേസ് കൂടി വീണ്ടും കോടതിയുടെ മുമ്പിലെത്തി. സ്വന്തം ഭാര്യ അവൻ ക്രൂരമായി കൊല്ലുകയായിരുന്നെന്നുകൂടി ഇതിനോടൊപ്പം തെളിയിക്കപ്പെടുകയുണ്ടായി. അതോടുകൂടി അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയുണ്ടായി. ആദി നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അതാത് സമയങ്ങളിൽ കിഷോർ ആദിയെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടായിരുന്നു. ആദ്യ പോയ ദൗത്യവും ഏകദേശം അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണികൾ അവസാനിക്കാറായിരിക്കുന്നു. 6 മാസം പറന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് മാളുവിൻ്റെയും കാത്തുകുട്ടിയുടെ എക്സാം കഴിഞ്ഞു. ഒരാളല്ല 3 പേരാണ് അവരുടെ എക്സാം സമയത്ത് അവരുടെ പുറകെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നപ്പോൾ ഫലം കാണിക്കുകയുണ്ടായി. യൂണിവേഴ്സിറ്റി ടോപ്പായി അവർ 2 പേരും ഡിഗ്രി പാസ്സായി. അടുത്ത PG അഡ്മിഷന് വേണ്ടി 2 പേരും കോളേജുകളിൽ അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ ദുവാ മിൻസാരിയ സുൽത്താനക്കുട്ടി സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നു. ഇത്രയും നാൾ ബാലേന്ദ്ര വക്കീലിൻ്റെ ജൂനിയറായിട്ടായിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ രഞ്ജിനി IPS ക്രിമിനലുകൾക്ക് പേടി സ്വപ്നമായി താൻ ഏറ്റെടുക്കുന്ന കേസുകളെല്ലാം ഭംഗിയായി വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കിഷോറിന് ഔദ്യോഗിക നിർവഹണത്തിനുള്ള നല്ല കളക്ടർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച കളക്ടർക്കുള്ള അനുമോദന ചടങ്ങാണ് കേരള സർക്കാരിൻ്റെ വക ആയിട്ടുള്ളത്. ഞായറാഴ്ച നമ്മുടെ ആദി തിരിച്ചെത്തുന്നു. തിങ്കളാഴ്ച കളക്ടർക്കുള്ള അനുമോദന ചടങ്ങ്. സ്വന്തം തട്ടകത്തിലേക്ക് പോയ കാര്യങ്ങളൊക്കെ വിജയപ്രദമായി നേടി ലക്ഷ്യം പൂർത്തീകരിച്ച് അതീവ സന്തോഷത്തോടെ ആദി മടങ്ങി തിരിച്ചെത്തുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കിഷോറിൻ്റെ അനുമോദന ചടങ്ങ് നമുക്കെല്ലാവർക്കും ഒന്ന് പങ്കെടുക്കാം. അത് തിങ്കളാഴ്ച.
അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഇവരുടെ വിവാഹം. അപ്പം നമുക്ക് ആദ്യം അനുമോദന ചടങ്ങ്, ബാക്കി പിന്നെ. ഓക്കെ, ബൈ.